58 വർഷമായിട്ട് നോമ്പുകാലത്ത് മാത്രം തയ്യാർ ചെയ്യുന്ന മറ്റെവിടെയും ലഭിക്കാത്ത ഇങ്ങ് കോഴിക്കോട് മാത്രം ലഭിക്കുന്ന ഒരു കഞ്ഞിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കഞ്ഞി ലഭിക്കാനായിട്ട് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ക്ഷമയോടുകൂടി വരിക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ഒരു കഞ്ഞിയുടെ ചരിത്രവും വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇവർ കഞ്ഞിയിലേക്കുള്ള 23 തരം സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5:30 മുതലുള്ള ഇവരുടെ തയ്യാറെടുപ്പ് വൈകിട്ട് ഏകദേശം 5:30 കഴിയുക. 58 വർഷമായിട്ട് ഒരു കുടുംബം അവരെ വീട്ടിൽ വെച്ചിട്ട് ജോലിക്കാരെയെല്ലാം നിർത്തി മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്യുന്നത് ഈ ഒരു നോമ്പ് കാലത്ത്. ഏകദേശം 6ഓളം ആളുകൾ ചേർന്നാണ് ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നത്. ഇവരിൽ മിക്ക ആളുകളും 20-25 വർഷമായിട്ട് ഈ ഒരു കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള 60 കിലോയുടെ 3 വലിയ ചെമ്പിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ ചെമ്പിൽ വെള്ളം നിറച്ച് അത് ചൂടാക്കുന്നതാണ്. ഇത്തരത്തിൽ 3 ചെമ്പുകളിലാണ് ഇവിടെ കഞ്ഞി വെക്കുന്നത്. തൊട്ടടുത്തടുത്തായിട്ടാണ് ഈ ഒരു അടുപ്പുകളെല്ലാം വെച്ചിരിക്കുന്നത്. കോഴിയും പച്ചരിയും അടക്കം 23 ഐറ്റം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ കോഴിയെ വൃത്തിയാക്കിയിട്ട് 3 ചെമ്പുകളിലേക്ക് ഇടുന്നതാണ്. അതിനുശേഷം പച്ചരിയും സവാളയും ഉലുവയും ചേർത്ത് 3 ചെമ്പുകളിലേക്ക് തുല്യമായിട്ട് ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന മരത്തിൻ്റെ ചട്ടകം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചെമ്പ് ഇളക്കാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കോഴിയും അരിയും ഉലുവയും സവാളയും എല്ലാം 3 മണിക്കൂറോളം ചെമ്പിൽ കിടന്ന് വേവുന്നു. ശേഷം ഒരു 3 മണിയോടുകൂടി ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കുന്ന ഈ കഞ്ഞിയിൽ ചേർക്കുന്ന 23 സാധനങ്ങളിൽ എല്ലാം തുല്യമായിട്ടാണ് ഈ ഒരു 3 ചെമ്പുകളിൽ ഇവർ വീതിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാ ചെമ്പിലും കഞ്ഞിക്ക് ഒരേ രുചിയാണ് വരുന്നത്. എല്ലാ ചേരുവകളും ഇതിലേക്ക് ചേർത്തി കഴിഞ്ഞ ശേഷം നല്ലപോലെ തിളയ്ക്കാനായിട്ട് ഇവർ തെങ്ങോല കത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കഞ്ഞി മൊത്തത്തിൽ നല്ലപോലെ തിളച്ചു മറിയും. അതോടുകൂടി ഈ ഒരു കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. തൊട്ടടുത്തുള്ള 6 പള്ളികളിലേക്കാണ് ഈ ഒരു കഞ്ഞി പോകുന്നത്. സ്ത്രീകൾക്ക് ഇവിടെ 4:30 ശേഷം വന്നു കഴിഞ്ഞാൽ കഞ്ഞി കൊടുക്കും. പുരുഷന്മാർക്കെല്ലാം പള്ളിയിൽ വെച്ചാണ് കഞ്ഞി മേടിക്കാൻ കഴിയുക. ഏകദേശം ഒരു 4:30 സമയമായപ്പോഴത്തേക്ക് സ്ത്രീകളെല്ലാം കഞ്ഞിക്കായിട്ട് വരിക്കി നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കഞ്ഞിയെല്ലാം തയ്യാറായി നമ്മൾ ഈ ഒരു കുടുംബത്തിലെ മൂത്ത അംഗം ആളുകൾക്ക് കഞ്ഞി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അവസാനമായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞി കൊണ്ടുവന്നത് 8ഓളം ചെമ്പുകളിലാക്കിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കഞ്ഞി കൊടുക്കുന്നത് ഈ ഒരു പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നപ്പോൾ വലിയൊരു വരി തന്നെയുണ്ട് ഈ ഒരു കഞ്ഞി മേടിക്കാനായിട്ട്. ഈ ഒരു കഞ്ഞി ലഭിക്കുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ എലത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നോമ്പ് കാലത്ത് ഏകദേശം ഒരു 4:30 ഈ ഒരു കഞ്ഞി ഈ ഒരു പള്ളിയിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 58 വർഷമായിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നവർക്ക് എല്ലാവിധ നന്മകളും നമ്മൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.